ആകെ പറഞ്ഞു കുരിശിൻ്റെ വഴി ചെല്ലുന്ന നേരത്ത് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് കരയാറുണ്ടെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ഇന്നലേക്ക് കറക്റ്റ് 1 മാസം മുമ്പാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നതും. കഴിഞ്ഞ 1 മാസം ഞാനും എൻ്റെ 2 പെങ്ങന്മാർ റെജിയും റക്സിയും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിച്ചു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് സഞ്ചരിച്ചു രാജഗിരി ഹോസ്പിറ്റലിൽ. അമ്മച്ചി എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു. ഇവിടെ ഒരു ട്രക്യോസ്റ്റമി എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിരിക്കുന്നത് കൊണ്ട് വോയിസ് പുറത്തേക്ക് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ കമ്മ്യൂണിക്കേഷനും നടത്തുമായിരുന്നു. ബഹുമാനപ്പെട്ട പ്രൊഫഷണൽ അച്ഛൻ വലിയച്ഛനും സ്ഥിരമെന്ന വണ്ണം അവിടെ വരുമായിരുന്നു. എല്ലാ ദിവസവും തന്നെ വന്ന് അമ്മച്ചിയെ കാണുമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ കാണുമായിരുന്നു. ബഹുമാനപ്പെട്ട ക്ലീറ്റസിന് ഒരുമിച്ചാണ് ഞങ്ങൾ അവസാനത്തെ രോഗിലേപനം നടത്തിയത്, വിശുദ്ധ കുർബാനയും കൊടുത്തത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളെല്ലാവരും ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നി കുറച്ചുകൂടി അമ്മച്ചിയെ കാണാൻ, കുറച്ചും കൂടി സംവദിക്കാൻ മുറിയിലേക്ക് മാറ്റാമെന്ന്. അങ്ങനെ റൂമിലേക്ക് മാറ്റി ഈ ആത്മാവിനെ അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്താണ് അമ്മച്ചി മരിക്കുന്നത്. ഞങ്ങൾ 3 മക്കൾ, മരുമക്കൾ, കുഞ്ഞുമക്കൾ എല്ലാം ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് അമ്മച്ചിയുടെ ആത്മാവിനെ ഈശോ സ്വർഗത്തിലേക്ക് വിളിച്ചത്. കാര്യം ശരിയാണ്, 50 വയസ്സിലേക്ക് അടുക്കുമ്പോൾ എനിക്ക് അപ്പനും അമ്മയില്ല ഭൂമിയിൽ. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിലോട്ടുള്ള പ്രത്യേകമായിട്ട് ഈ ദിവസം ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ അമ്മച്ചിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയ ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ പ്രത്യേകിച്ച് വളരെ പ്രത്യേകമായി ഇന്നത്തെ ഈ സമാപന വിലാപ ശുശ്രൂഷയുടെ അവസാന സമയത്തെ ഈ ശുശ്രൂഷ നടത്തുന്ന അഭിവന്യ ആന്റണി കരിയിൽ പിതാവിനോടുള്ള സ്നേഹവും ആദരവും ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും വളരെ പ്രത്യേകമായിട്ട് പാലാട്ടി കുടുംബത്തിൻ്റെ പേരിലും അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരിയാണ്, ഒരുമിച്ച് കുർബാന ചൊല്ലിയും പ്രാർത്ഥിച്ചും ഇനിയും അമ്മച്ചിയെയും അപ്പച്ചനെയും കണ്ടുമുട്ടാനുള്ളൊരു അവസരം സ്വർഗീയ പിതാവ് തരും. അതാണല്ലോ നമ്മുടെ വിശ്വാസം. അമ്മച്ചി പോയ അതേ സ്ഥലത്തിലേക്ക് പടങ്ങിച്ചെല്ലാൻ എൻ്റെ മനസ്സും വാഞ്ചിക്കുവാൻ തക്ക വിധത്തിൽ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഒരു സെക്കൻഡ് ഫാമിലി പോലെ CMI കുടുംബമാണ് എൻ്റെ ആദ്യ കുടുംബമെങ്കിൽ ഒരു 2ാം കുടുംബം പോലെ ഒരുമിച്ച് എൻ്റെ ശുശ്രൂഷാ മണ്ഡലം ഏറ്റവും അധികമായിരുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ ഷാലോം മീഡിയയുടെ ശുശ്രൂഷയായിരുന്നു. ഇന്ത്യയിലെ ഷാലോം TVയുമായി ബന്ധപ്പെട്ടും അമേരിക്കയിലെ ഷാലോം വേൾഡുമായി ബന്ധപ്പെട്ടുമാണ് ഞാൻ മിക്കവാറും യാത്രകളും സുവിശേഷ ശുശ്രൂഷകളും മുഴുവൻ ഞാൻ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും സുപ്പീരിയേഴ്സ് അനുവദിച്ചില്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക എളുപ്പമല്ലെങ്കിലും, പക്ഷേ ഇവരൊരുക്കിയ വഴി സംബന്ധമായി എല്ലാ ഇടങ്ങളിലും പോയി വിവിധങ്ങളായ ഭാഷകളിൽ, ഇംഗ്ലീഷിലും മലയാളത്തിലും സ്പാനിഷിലുമായി ഒട്ടേറെ പേർക്ക് ഈശോയെ കൊടുക്കാനായിട്ട് അനുവദിച്ചു. ഷാലോമിൻ്റെ ഒട്ടേറെ ശുശ്രൂഷകർ ഇന്നുണ്ട്, വന്നു പോയി. ഷാലോമിൻ്റെ ഫൗണ്ടിങ് ഡയറക്ടറായ ശ്രീ ബെന്നി പുന്നത്രയും എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പ്രൊഫസർ KJ മാത്യുവും ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ഷാലോം ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയ, അയർലൻഡ്, UK, US പ്രത്യേകിച്ചും ഈ രാജ്യങ്ങളിൽ നിന്ന് വന്ന റെപ്രസെൻറ്റേറ്റീവ്സിനും ഇന്ന് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഈശോയുടെ നാമത്തിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമുക്കൊരുമിച്ച് ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനായ ഉയർപ്പിൻ്റെയും കാരണമായ കർത്താവിൽ നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.